ലത്തീൻ കത്തോലിക്ക സമുദായ വോട്ടുകളിൽ കണ്ണുനട്ട എറണാകുളത്തെ മുന്നണി സ്ഥാനാർത്ഥികൾ. എന്നും UDFിനൊപ്പം നിന്നിട്ടുള്ള പ്രബല സമുദായത്തിൻ്റെ മനസ്സിലെ ചാഞ്ചാട്ടങ്ങൾ LDF NDA മുന്നണികൾക്കും പ്രതീക്ഷ നൽകുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലത്തീൻ വിഭാഗത്തിൽ നിന്നും BJPക്ക് പിന്തുണ കൂടുതലായി ലഭിക്കുന്നുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് സ്വാധീനമുള്ള എറണാകുളത്ത് പ്രബല വിഭാഗം ലത്തീൻ സമുദായമാണ്. ഇത് മനസ്സിലാക്കി ഇടതു വലതു മുന്നണികൾ ലത്തീൻ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറിയും മത്സരത്തിനിറക്കിയത്. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന് ശക്തമായ എതിരാളി വേണമെന്ന ആലോചനയ്ക്കൊടുവിൽ പാർട്ടി കേഡർ കൂടിയായ ഷൈൻ ടീച്ചറെ മത്സരിപ്പിച്ചപ്പോഴും ലക്ഷ്യമിട്ടത് ലത്തീൻ സമുദായ വോട്ടുകളാണ്. എന്നാൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കുമൊന്നും മുൻകാലങ്ങളിലേതുപോലെ ഇരു മുന്നണികളോടും വലിയ താല്പര്യമില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ തീരുമാനങ്ങളെയും ഭരണനേട്ടങ്ങളെയും പരസ്യമായല്ലെങ്കിലും അംഗീകരിക്കുന്ന ഈ സഭകൾ സഭാവിശ്വാസികളിൽ എല്ലാവരും ഉണ്ടെന്ന് ആവർത്തിക്കുന്നത് BJPക്കൊപ്പം ചേർന്ന സമുദായ അംഗങ്ങളെ കൂടി പരിഗണിച്ചാണ്. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 14 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് എറണാകുളം പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ളതെങ്കിലും സമുദായ അംഗങ്ങളായ ഇടതു സ്വതന്ത്രരും ചരിത്രം തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗിന് ശേഷം മുന്നണികൾ പ്രധാനമായും കണക്കുകൂട്ടുന്നത് ലത്തീൻ വോട്ടുകൾ ആർക്കാണ് എന്നതിലാണ്. സ്ഥാനാർത്ഥി ലത്തീൻ പ്രതിനിധി അല്ലെങ്കിലും മതഭീകര ഗ്രൂപ്പുകളോടുള്ള ഇടതു വലതു മുന്നണികളുടെ മൃദു സമീപനത്തിൽ എതിർപ്പുള്ള വലിയ വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ താമര ചിഹ്നത്തിലും പതിഞ്ഞിട്ടുണ്ടെന്നാണ് NDAയും കണക്കുകൂട്ടുന്നത്. ജനം, കൊച്ചി.